പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം. SSF വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവ് രാങ്ങാട്ടൂരിൽ തുടക്കമായി. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSF ഡിവിഷൻ പ്രസിഡന്റ് ഫസൽ ഹുസൈൻ അഹ്സനി അധ്യക്ഷനായിരുന്നു. SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ റഷീദ് നരിക്കോട് സാഹിത്യ പ്രഭാഷണം നിർവഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് വളാഞ്ചേരി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി പുറമണ്ണൂർ സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് വളാഞ്ചേരി സോൺ പ്രസിഡന്റ് അബ്ദുൽ സലാം അഹ്സനി പതാക ഉയർത്തി. ഡിവിഷൻ സെക്രട്ടറി അബ്ദുൽ വഹാബ് സ്വാഗതവും ഡിവിഷണൽ ഫിനാൻസ് സെക്രട്ടറി സലാഹുദ്ദീൻ സഖാഫി നന്ദിയും പറഞ്ഞു. 168 ഇനങ്ങളിൽ 2000-ലധികം പ്രതിഭകൾ മാറ്റുരക്കും. വൈകിട്ട് 5 മണിക്ക് നടന്ന സമാപന സെഷനിൽ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ PSK ദാരിമി എടയൂർ ഉദ്ഘാടനം ചെയ്തു. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹഫീൽ അഹ്സനി ആറ്റുപുറം അനുമോദന പ്രഭാഷണം നടത്തി. ഓരോ സന്ദർഭങ്ങളിലും അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂല്യവൽകൃതമായ ഒരു സമൂഹത്തിൻ്റെ നിലപാടിനെയും നിലനിൽപ്പിനെയും അതിൻ്റെ അവസ്ഥയെയും ഇന്നത്തെ ഒരു കാലഗതിക്കനുസരിച്ച് പരീക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിച്ചു നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്നും നമ്മളെങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായും ഓരോ ഘട്ടങ്ങളിലും അറിയാൻ കഴിയാവുന്ന കാര്യമാണ്. ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇടപെടുന്ന ഓരോ മേഖലയിലും നമ്മൾ അനുഭവങ്ങളെ എടുത്ത് പരിശോധിച്ചാലും വായിക്കുന്നതിലൂടെ എടുത്ത് പരിശോധിച്ചാലും എത്രമാത്രം നമ്മൾ ലഭിക്കുന്ന അറിവിൻ്റെ കൂടെയുള്ള നമ്മുടെ താതാത്മ്യം എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നിലപാടുകളെക്കുറിച്ച്, അതിൻ്റെ പോരായ്മകളെക്കുറിച്ച്, അതിൻ്റെ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. തെളിയിച്ച് വന്നിരിക്കുന്ന പ്രതിഭകളാണ് മുന്നിലിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലം SSF ഈ ദൗത്യവുമായി മുന്നോട്ട് പോയതിൻ്റെ പ്രസക്തി